ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ ഫ്രാൻസിൽ നിന്നും 114 റഫേൽ വിമാനങ്ങൾ അഡ്വാൻസ്ഡ് ജെറ്റ് എയർക്രാഫ്റ്റ് വാങ്ങിക്കാനുള്ള ഏകദേശം നമ്മൾ ആ ഡീലിനകത്തിൽ സൈൻ ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ്. നമ്മളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 മീറ്റിങ്ങിനായിട്ട് ഫ്രാൻസിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു മീറ്റിങ്ങിൻ്റെ സൈഡ് ലൈനിൽ ഫ്രഞ്ച് പ്രസിഡന്റ് മാക്രോണുമായിട്ട് ഈ 114 റഫേൽ ജെറ്റ്സിൻ്റെ ഡീലിൽ ഫൈനലൈസേഷൻ ഏകദേശം നടക്കാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ഈ ഡീലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയല്ല, നമ്മളെ ഇന്ത്യൻ എയർഫോഴ്സ് വളരെയധികം പരിതാപകരമായിട്ടുള്ള അവസ്ഥയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് ആവശ്യമായിട്ടുള്ള, നേരത്തെയുള്ള പല വീഡിയോയിലും ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ക്വാഡ്രൺ ഇത് നമുക്ക് തയ്ക്കാൻ സാധിച്ചില്ല. ഏകദേശം 42 സ്ക്വാഡ്രൺസ് നമുക്ക് അത്യാവശ്യമായിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ വളരെ കുറവാണ് ഇന്ത്യയുടെ എയർഫോഴ്സിൻ്റെ ഇപ്പോൾ നിലവിലുള്ള സ്ക്വാഡ്രൺസിൻ്റെ എണ്ണം. ഏകദേശം 30-നും താഴെയാണ്. 30-നടുത്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഫക്റ്റീവായിട്ടില്ലെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്രയും വളരെ എന്താണ് പറയുന്നത്, നമ്മുടെ കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് നമുക്കുണ്ട്. ഇത് ഒത്തിരി കാലമായിട്ട് ഈ ഒരു ഡീൽ, അല്ലെങ്കിൽ നമ്മുടെ എയർഫോഴ്സിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു ഫൈറ്റർ എയർക്രാഫ്റ്റിന് വേണ്ടിയുള്ള ഡീലിന് വേണ്ടി, അപ്പോൾ അത് നമ്മളുടെ സേനാ വിഭാഗങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് എയർഫോഴ്സ് പ്രത്യേകിച്ച് അതിൻ്റെ ആവശ്യങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ നമ്മുടെ അതാത് ഗവൺമെൻറ്റിനൊക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്തുവാൻ സാധിച്ചത് ഈ അടുത്ത സമയത്താണ്. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫലമായിട്ട് 114 റഫേൽ വിമാനങ്ങൾ അതിനു മുമ്പ് നമ്മൾ കുറേ റഫേൽ വിമാനങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ, എന്നുവെച്ചാൽ മോഡി വന്നതിന് ശേഷം തന്നെ എയർഫോഴ്സിനും അതുപോലെ തന്നെ നേവിക്കും നമ്മൾ റഫേലിൻ്റെ കുറേ വിമാനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റാണ്. 5th ജനറേഷൻ ഒന്നുമില്ല, 4.5 ജനറേഷനാണ് ശരിക്കും പറഞ്ഞത്. എന്നാൽ അഡ്വാൻസ്ഡ് ആണ്, വളരെ അഡ്വാൻസ്ഡ് ആണ്. കാരണം ഫ്രാൻസിൻ്റെ ആകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ടെക്നോളജി ഒന്നും വളരെ അത്രയ്ക്ക് കോംപ്രമൈസ്ഡ് ആയിരിക്കത്തില്ല. കാരണം അവർ ഈ ഒരു മേഖലയിലൊക്കെ തന്നെ അവരുടെ പ്രാഗൽഭ്യം വളരെയധികം തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ ചിരകാലമായിട്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയൊക്കെ തന്നെ മിറാഷ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഫ്രാൻസിൽ നിന്ന് നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ട്. നമുക്കപ്പോൾ ഫ്രാൻസുമായിട്ട് ഇതുപോലുള്ള വെപ്പൺ സിസ്റ്റത്തിൻ്റെ കാര്യത്തിൽ ഈ ലോങ് ടേം ആയിട്ടുള്ള റിലേഷനുണ്ട് നമുക്ക്. അപ്പോൾ ഈ പറഞ്ഞ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഫേൽ വിമാനങ്ങൾ വാങ്ങുന്നത് 114 എണ്ണമാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. ഏകദേശം $30+ ബില്യൺ, $40 ബില്യൺ അടുത്തോളം വരും. അപ്പോൾ ഈ ഒരു റഫേൽ വിമാനം ഇത്ര എണ്ണം നമ്മൾ എന്തായാലും സൈൻ ചെയ്യാനുള്ള സാധ്യത 99.99% ഉണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലോക മിലിറ്ററി ചരിത്രത്തിൽ തന്നെ ഇത്രയും വലിയൊരു മെഗാ പർച്ചേസ് അല്ലെങ്കിൽ മെഗാ ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇന്ത്യയുടെ ഭാഗത്തു നിന്നായിരിക്കും, ഈ ഒരു ഡീൽ തന്നെ ആയിരിക്കും ശരിക്കും പറഞ്ഞാൽ. കാരണം ഇത്രയും നമ്പറിൽ എന്നുവെച്ചാൽ ഒറ്റ ഡീൽ തന്നെ ഇത്രയും നമ്പർ ഓഫ് ഫൈറ്റർ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് ഏതെങ്കിലും രാജ്യങ്ങൾ മേടിച്ചിട്ടുള്ളതായിട്ട് ഇതുവരെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത് തന്നെ ഏറ്റവും വലിയ ഡീൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഒരു നമ്മളുടെ സ്ക്വാഡ്രൻ്റെ ഈ പറഞ്ഞ എണ്ണത്തിൻ്റെ കുറവും, അതുപോലെ തന്നെ നമുക്കറിയാം ഇപ്പം 5th ജനറേഷൻ എയർക്രാഫ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ വളരെ പുറകിലാണ്. അതിൻ്റെ കാര്യങ്ങളൊന്നും തന്നെ ഇതുവരെ ഒരു തീർപ്പുകൽപ്പായിട്ടില്ല. നമ്മൾ മാനുഫാക്ചർ ചെയ്ത് സ്വന്തമായിട്ട് നമ്മൾ നിർമ്മിച്ച് വരുമ്പോഴത്തേക്ക് കാലം കുറയാകും. പക്ഷേ മെയിൻ ടൈമിൽ നമുക്ക് എന്താ പറയുന്നത്, ഈ സ്റ്റോപ്പ് ഗ്യാപ്പ് എന്നൊക്കെ പറയും, ടെമ്പററി ആയിട്ട് തൽക്കാലത്തേക്ക് നമുക്ക് ഒരു 2 സ്ക്വാഡ്രനെങ്കിലും തീർച്ചയായിട്ടും ഒന്നുകിൽ അമേരിക്കയുടെ പക്കൽ നിന്നോ അല്ലെങ്കിൽ റഷ്യയുടെ പക്കൽ നിന്നോ വാങ്ങിക്കുക എന്നുള്ളത് തീരുമാനത്തെക്കുറിച്ച് നമ്മൾ അമേരിക്കയുടെ F-35 അല്ലെങ്കിൽ റഷ്യയുടെ Su-57. റഷ്യ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ പുറകിനിപ്പോൾ വളരെ എന്താ പറയുക, ഇത് സെയിൽസ് പിച്ച് കൊണ്ട് വളരെ ആക്റ്റീവായിട്ട് നമ്മളുടെ ഇന്ത്യൻ ഗവൺമെൻറ്റിന് അത് തരാം, ഞങ്ങൾ എല്ലാ തരത്തിലുള്ള സഹായങ്ങളും തരാം, ടെക്നോളജി തരാം, ഇവിടെ മാനുഫാക്ചർ ചെയ്യാം. അങ്ങനെ റഷ്യ ഇപ്പോൾ നമ്മൾ പുറകിലാണ് ശരിക്കും പറഞ്ഞാൽ Su-57 ആ ഒരു ഡീലിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ റഫേലിൻ്റെ ഡീലിനെ കുറിച്ച് നേരത്തെ നമുക്കൊരു ഒരു മാസം അല്ലെങ്കിൽ വളരെ റീസെൻറ്റ് ടൈമിൽ തന്നെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഫ്രാൻസ് നമുക്ക് ഇതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫർ, അതുപോലെ തന്നെ നമ്മളുടെ ഇൻഡിജിനസ് വെപ്പൺസ് എന്ന് വെച്ചാൽ നമ്മളുടെ ആഭ്യന്തരമായി നമ്മൾ നിർമ്മിച്ച ആയുധങ്ങൾ ഇതിനകത്തിൽ ഫിറ്റ് ചെയ്യാനൊക്കെ ഫ്രാൻസ് സമ്മതിക്കുമോ അല്ലെങ്കിൽ സമ്മതിക്കാനുള്ള സാധ്യതയില്ലെന്നൊക്കെ, അത് ടെക്നോളജി ട്രാൻസ്ഫർ, TOT, ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി. അപ്പോൾ ഇതൊക്കെ ഫ്രാൻസ് സമ്മതിക്കുമോ എന്നൊക്കെയുള്ള വലിയ വിഷയമുണ്ടായിരുന്നു.
അപ്പോൾ ഇത് രണ്ടും നടന്നില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഡീലെന്ന് പറഞ്ഞാൽ ഒരു വലിയ പക്ക ഫെയിലറായിരിക്കും, പക്ക നഷ്ടമായിരിക്കും ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇപ്പം നമ്മൾ ഈ ടോപ്പിക്കിൽ പറയാൻ പോകുന്നത് ഫ്രാൻസ്, ഇപ്പം മോഡി ഫ്രാൻസ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് G7 മീറ്റിങ്ങിന് വേണ്ടി. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രാൻസിൻ്റെ പ്രസിഡൻറ്റുമായിട്ട് നമ്മളുടെ ബയലാറ്ററൽ റിലേഷൻസിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളും അല്ലെങ്കിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ റഫേൽ വിമാനത്തെക്കുറിച്ചുള്ള അതിൻ്റെ ഡീലിനെ കുറിച്ചായിരിക്കും തീർച്ചയായിട്ടും അവർ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് തന്നെ ഇപ്പോൾ നമുക്കറിയാൻ സാധിക്കുന്ന ഫ്രാൻസ് ഈ പറഞ്ഞ ടെക്നോളജി ട്രാൻസ്ഫറിലും അതുപോലെ തന്നെ നമ്മളുടെ വെപ്പൺ ഇൻ്റഗ്രേഷൻ, നമ്മുടെ ഇൻഡിജിനസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക്കലി മാനുഫാക്ചർ ചെയ്തിട്ടുള്ള നമ്മളുടെ തന്നെ വെപ്പൺസ് ഉപയോഗിക്കുവാൻ, എന്നുവെച്ചാൽ ഇതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാൻ ഫ്രാൻസിന് കുഴപ്പമൊന്നുമില്ല. ഫ്രാൻസിന് പൂർണ്ണമായിട്ടുള്ള സമ്മതമുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കത് നമ്മളെ ഈ എയർക്രാഫ്റ്റ് നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ അടുത്തൊരു 10-40 വർഷങ്ങളിൽ നമുക്കിത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ എല്ലാം ഓൾ ടുഗദർ അല്ലെങ്കിൽ A to Z നമ്മൾ ഫ്രാൻസിനെ തന്നെ അല്ലെങ്കിൽ ഏത് രാജ്യത്തിൻ്റെ കയ്യിൽ നിന്ന് നമ്മളിത് വാങ്ങിക്കുന്നത് നമ്മൾ ആ രാജ്യത്തിനെ ആശ്രയിക്കേണ്ടി വരും. കാരണം നമുക്ക് തീർച്ചയായിട്ടും ഏറ്റവും അത്യാധുനികമായിട്ടുള്ള വെപ്പൺ സിസ്റ്റംസൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ, മാനുഫാക്ചർ ചെയ്യാനെന്ന് വെച്ചാൽ അതായത് മിസൈൽസും ബോംബും ഒക്കെ തന്നെയാണ് പറയുന്നത്. ഇനി അതിൽ നമുക്ക് അതിനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഇങ്ങനൊരു ഫൈറ്റർ എയർക്രാഫ്റ്റിനകത്ത് നമ്മളുടേതായിട്ടുള്ള ആയുധങ്ങൾ, വെപ്പൺസ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും വലിയ നഷ്ടങ്ങളാണ് ഇന്ത്യക്ക് അത് ഉണ്ടാക്കിത്തരുന്നത്. അപ്പോൾ അത് നമുക്കെല്ലാത്തിനും ഈ രാജ്യത്തെ ആശ്രയിക്കേണ്ടി വരും, ഇത്രയും ഇതിൻ്റെ ഈ ലൈഫ് സൈക്കിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത് ഇപ്പോൾ ഫ്രാൻസ് ടെക്നോളജി ട്രാൻസ്ഫറിനും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ വെപ്പൺസ് ഇൻ്റഗ്രേഷൻ, നമ്മുടെ ഇൻഡിജിനസ് എന്ന് പറയുന്നത് നമുക്ക് ആഭ്യന്തരമായി നമ്മൾ ഉണ്ടാക്കുന്ന വെപ്പൺസിനകത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഫ്രാൻസിന് സമ്മതക്കുറവൊന്നുമില്ല, അല്ലെങ്കിൽ ഫ്രാൻസ് അതിനെ സമ്മതിക്കുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്തിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൈറ്റർ ജെറ്റ്സിന് വേണ്ടി, കാരണം ഇത് 114 എണ്ണം എന്ന് പറയുമ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ചും വലിയൊരു ഒരുപക്ഷെ മെഗാ ഡീലാണ്. ഫ്രാൻസിൻ്റെ ഒരുപക്ഷെ ഈ പറഞ്ഞ ഹിസ്റ്ററിയിലും ഇത് നടക്കാൻ പോകുന്ന ഏറ്റവും വലിയൊരു മിലിറ്ററി ഡീലാണ്. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇതിനെ ഉപേക്ഷിക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യ ഇതിനകത്ത് വളരെ ടഫായിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മുന്നോട്ട് വെച്ചിരുന്നത്, പ്രത്യേകിച്ച് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയുടെ അതുപോലെ തന്നെ ഈ ഇന്ത്യയുടെ വെപ്പൺസിനകത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ തന്നെ. അപ്പോൾ അതിനകത്തിൽ ഫ്രാൻസ് സമ്മതിക്കത്തില്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരുപക്ഷെ ഈ ഡീല് നമ്മൾ സമ്മതിക്കാനുള്ള അല്ലെങ്കിൽ ഈ ഡീലുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോകാനുള്ള സാധ്യതയും വളരെ കുറവായിരുന്നൊക്കെ പൊതുവെ നമ്മൾ നേരത്തെ പറയുകയും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഫ്രാൻസ് പറയുന്നത് ടെക്നോളജി ഷെയർ ചെയ്യാൻ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ദേ ആർ ക്വൈറ്റ് കംഫർട്ടബിൾ. അതുപോലെ തന്നെ മേക്ക് ഇൻ ഇന്ത്യയുടെ പാർട്ടായിട്ട് ഈ ഡീലിനെ കരുതാനോ അല്ലെങ്കിൽ ഈ ഡീല് മേക്ക് ഇൻ ഇന്ത്യയുടെ ഒരു പാർട്ടാക്കാനോ അവർക്ക് പ്രശ്നമൊന്നുമില്ലെന്നാണ് ഫ്രാൻസ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ലോക്കൽ വെപ്പൺസ് നമ്മൾ മാനുഫാക്ചർ ചെയ്ത ഇന്ത്യൻ നിർമ്മിത വെപ്പൺസ്, എന്നുവെച്ചാൽ ഫൈറ്റർ എയർക്രാഫ്റ്റിൽ ഒരു യുദ്ധവിമാനത്തിൽ ഏതൊക്കെയാണ് വെപ്പൺസ് ഫിറ്റ് ചെയ്യുന്നത് ആ വെപ്പൺസ് എല്ലാം തന്നെ ഇന്ത്യൻ നിർമ്മിതം, അതിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഫ്രാൻസിന് വിഷയമൊന്നുമില്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലെ നമ്മൾ വെപ്പൺ സിസ്റ്റം മറ്റു രാജ്യത്ത് നിന്ന് വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും പൂർണ്ണമായിട്ടും അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിലായിരിക്കും നമുക്കിതിനെ ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ടെക്നോളജി ട്രാൻസ്ഫർ അങ്ങനെ നടക്കത്തില്ല, പല രാജ്യങ്ങളും തമ്മിൽ ഒരിക്കലും ഇപ്പം നടക്കത്തില്ല. അതിനകത്തിലൊക്കെ വളരെ ഒത്തിരി പല രാജ്യങ്ങളും ഈ പറഞ്ഞ മേജർ വെപ്പൺ മാനുഫാക്ചറേഴ്സ്, ഇപ്പോൾ ഫ്രാൻസിൽ നിന്നും അല്ലെങ്കിൽ റഷ്യയിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ പല രാജ്യങ്ങളും വാങ്ങിക്കുന്നതായിട്ട് ഈ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഇല്ലാതും അതുപോലെ തന്നെ ഈ രാജ്യങ്ങളൊക്കെ തന്നെ അവരുടെ ഈ വെപ്പൺ സിസ്റ്റം ഇൻഡിജിനസ് അവർ ഉൽപ്പാദിപ്പിക്കുന്ന വെപ്പൺ സിസ്റ്റം ഒന്നും എല്ലാ രാജ്യത്തിനൊന്നും ഇല്ല തീർച്ചയായിട്ടും. കാരണം ലോകത്ത് ഇഷ്ടംപോലെ രാജ്യങ്ങളുണ്ടല്ലോ, ഒത്തിരി രാജ്യങ്ങൾ ഈ പറഞ്ഞ ഫൈറ്റർ എയർക്രാഫ്റ്റും ഒക്കെ തന്നെ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള, ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഈ പറഞ്ഞ കാര്യത്തിലൊക്കെ നമ്മൾ ഇതിനകത്തിൽ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നേട്ടങ്ങൾ കൈവരിച്ച രാജ്യമായതുകൊണ്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള വെപ്പൺസ് ഉണ്ട്, ഇലക്ട്രോണിക് സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്തിൽ നമ്മുടേതായിട്ടുള്ള വെപ്പൺസ് മാത്രമല്ല ബാക്കിയുള്ള ഇതിനകത്തിൽ സംവിധാനങ്ങളൊക്കെ തന്നെ നമുക്ക് ഇതിനകത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഡീൽ നമുക്ക് ഫലവത്താകുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ പറഞ്ഞ ഈ ഫൈറ്റർ എയർക്രാഫ്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ മൊത്തം ഫ്രാൻസിനെ നമുക്ക് ഇതിൻ്റെ നട്ടും ബോൾട്ടും മുതൽ എല്ലാത്തിനും നമുക്ക് അവരെ ആശ്രയിക്കേണ്ടി വരും എന്നുള്ള കാര്യം ആണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഫ്രാൻസ് ഇപ്പോൾ തീർച്ചയായിട്ടും ഈ TOT ടെക്നോളജി ഓഫ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജിയും അതുപോലെ തന്നെ നമ്മളുടെ ലോക്കൽ വെപ്പൺസിൻ്റെ ഇൻ്റഗ്രേഷനും ഒക്കെ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്രാൻസ് പറയുന്നത് നമ്മൾ ഇന്ത്യയായിട്ടുള്ളവരുടെ മിലിറ്ററി ടൈസ് എന്ന് പറഞ്ഞൊരു കസ്റ്റമർ പ്രൊവൈഡർ റിലേഷൻഷിപ്പ് മാത്രമല്ല, വളരെ ഡീപ്പായിട്ടുള്ള ആഴത്തിലുള്ള ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള റിലേഷനിലേക്ക് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ബന്ധങ്ങൾ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇന്ത്യക്ക് ഇതുപോലുള്ള ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാനും ഇന്ത്യയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ അനുസരിച്ച് ഈ ഒരു ഡീൽ മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും അവർക്ക് കുഴപ്പമില്ല, അല്ലെങ്കിൽ അവർ അതിന് തയ്യാറാണെന്നാണ് പറയുന്നത്.
അപ്പോൾ ഇന്ത്യ നമ്മൾ ഓൾറെഡി ലെറ്റർ ഓഫ് റിക്വസ്റ്റ്, അതായത് LOR നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ 114 ഈ റഫേൽ പ്രൊക്യൂർ ചെയ്യാൻ വേണ്ടി. അപ്പം ലെറ്റർ ഓഫ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഗവൺമെൻറ് കമ്മ്യൂണിക്കേഷനാണ്. ഈ ഡിഫൻസ് പ്രൊക്യൂർമെൻറ്റ് അല്ലെങ്കിൽ ഡിഫൻസ് ഡീലൊക്കെ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഇൻ്റർ ഗവൺമെൻറ്റൽ അഗ്രിമെൻ്റാണ് IGA എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതാണ് ലെറ്റർ ഓഫ് റിക്വസ്റ്റ്. അതിൻ്റെ ഒരു ഇനിഷ്യൽ പ്രാഥമിക ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ പ്രാഥമിക നടപടി എന്നുള്ള കാര്യത്തിലാണ്. ഇനിയും പല കാര്യങ്ങളും മുന്നോട്ട്, ഇനിയാണ് ശരിക്കും പറഞ്ഞാൽ ഡീലിനകത്തിലുള്ള നെഗോസിയേഷൻസും ബാർഗെയിൻസും കൗണ്ടർ നെഗോസിയേഷൻസും ഒക്കെ നടക്കാൻ പോകുന്നത്. അത് കുറേ ടൈം എടുക്കുന്നത്, പെട്ടെന്നത് സാധ്യമാകത്തില്ല, അത് ടൈം എടുക്കും. കാരണം നമ്മുടെ പ്രതിനിധികൾ അങ്ങോട്ട് പോവുകയും അവരിങ്ങോട്ട് വരികയും ഇതിനെക്കുറിച്ച് പല റൗണ്ട്സ് ഓഫ് നെഗോസിയേഷൻസ് പ്രൈസിൻ്റെ കാര്യത്തിലും പിന്നെ ബാക്കിയുള്ള ടെക്നോളജിയുടെ കാര്യത്തിലും നമുക്ക് ഏതെല്ലാം നമ്മളുടെ റിക്വയർമെൻറ്റ്സ് ഈ പറഞ്ഞ എന്തൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി മേഖലകളെക്കുറിച്ച് ഇതിനകത്തിൽ ഈ നെഗോസിയേഷൻസ് നടക്കാറുണ്ട്. അപ്പോൾ ഈ LOR ലെറ്റർ ഓഫ് റിക്വസ്റ്റിന് ഒരു ഇനീഷ്യൽ സ്റ്റേജ് മാത്രമാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രൈമറി സ്റ്റെപ്പ് മാത്രമായിട്ട് നമുക്ക് അതിനെ കണക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിനാണ് ശരിക്കും പറഞ്ഞാൽ ഈ 114 വിമാനങ്ങളും നമ്മളിപ്പോൾ മേടിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മേക്ക് ഇൻ ഇന്ത്യ സ്കീമിലായിരിക്കും. മേക്ക് ഇൻ ഇന്ത്യ സ്കീം എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു 50% മുതൽ അല്ലെങ്കിൽ 53-55% മുതൽ 60% വരെ ഇത് ഇന്ത്യയിലായിരിക്കും ഇത് നിർമ്മിക്കുന്നത്. ബാക്കി നമുക്ക് ഇതിനകത്തിൽ ഏകദേശം ഈ ഫ്ലൈ അവേ കണ്ടീഷൻ വരുന്ന കുറച്ച് വിമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനകത്തിൽ ഈ നമുക്ക് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആണ്. ബാക്കി ഒരു 10 ഫ്ലൈ അവേ കണ്ടീഷൻ വരുന്ന വിമാനങ്ങളുടെ എണ്ണം കൃത്യമായിട്ട് എത്ര 12 അങ്ങാണ്ടെന്ന് തോന്നുന്നു. 12 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വിമാനങ്ങളാണ് നമ്മൾ ഫൈറ്റർ എയർക്രാഫ്റ്റാണ് ഇന്ത്യയിൽ നിർമ്മിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെപ്പൺ ഇൻ്റഗ്രേഷൻ, അതുപോലെ തന്നെ മിസൈൽസ്, അതിൻ്റെയുള്ള അമ്യൂണിഷൻസ്, ഈ പറഞ്ഞ 114 വിമാനങ്ങൾക്ക് വേണ്ടിയുള്ള ഇതെല്ലാം തന്നെ ഈ ഡീലിൻ്റെ പാർട്ടാണ്. എൻജിൻസ്, എയർ ഫ്രെയിം, അതുപോലെ തന്നെ ഏവിയോണിക്സ് എല്ലാം തന്നെ ഈ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി തന്നെയാണ്. അതായത് ഈ ജെറ്റ് എൻജിൻസ് ഉണ്ടല്ലോ, ജെറ്റ് എൻജിൻസ്, അതിൻ്റെ എയർ ഫ്രെയിം, ഇതൊക്കെ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതിൻ്റെ എന്താണ് പറയുന്നത് ഒരു വശങ്ങളാണ് ശരിക്കും പോലെ. ഏവിയോണിക്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഇലക്ട്രോണിക്സും അതുപോലുള്ള സംവിധാനങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇതിലാണ് ടെക്നോളജി ട്രാൻസ്ഫർ വരുന്നത്. അപ്പോൾ ഇത് പൊതുവേ ഒരു രാജ്യങ്ങളും മറ്റു രാജ്യങ്ങൾക്ക് ഇത് കൊടുക്കാൻ സാധ്യത വളരെ കുറവാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം മിലിറ്ററി ഡീലിനകത്തിൽ ടെക്നോളജി ട്രാൻസ്ഫർ വളരെ കുറവായിരിക്കും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഒരു സ്പെസിഫിക് പോളിസി എന്ന് പറയുമ്പോൾ ഏത് രാജ്യമായിട്ടാണോ ഇന്ത്യ ഈ പറഞ്ഞ ഡീലിൽ ഏർപ്പെടുന്നത്, ഏത് വെപ്പൺ സിസ്റ്റത്തിൻ്റെ കാര്യത്തിലായാലും ശരി, നമ്മളതിനകത്തിൽ ഒരു ടെക്നോളജി ട്രാൻസ്ഫർ നമ്മളെപ്പോഴും ആവശ്യപ്പെടാറുണ്ട്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് നമുക്കത്, കാരണം ഓരോ രാജ്യത്തിൻ്റെയും പോളിസി വ്യത്യാസമായിരിക്കും, ഓരോ രാജ്യത്തിൻ്റെ റിക്വയർമെൻറ്റ്സ് വ്യത്യാസമായിരിക്കും, പിന്നെ ഓരോ രാജ്യത്തിൻ്റെയും പിന്നെ എന്താണ് വെച്ചത് ഈ ലീഡർഷിപ്പിനകത്തിലുള്ള പൊളിറ്റിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ലീഡർഷിപ്പിലൊക്കെ ഉള്ള വ്യത്യാസം കൊണ്ടൊക്കെ തന്നെ ഇത് ഡീലെല്ലാം ഒരുപോലെ ആയിരിക്കണം നിർബന്ധമില്ല. ഇപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള ഡീലായിരിക്കത്തില്ല. ഇപ്പോൾ ഫ്രാൻസ് UAEക്ക് റഫേൽ പോയിട്ടുണ്ട്. അപ്പം ഒരുപക്ഷെ അവിടെ ടെക്നോളജി ട്രാൻസ്ഫർ ഉണ്ടാകുന്ന നിർബന്ധങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ UAEക്ക് അത് ഡിമാൻഡ് ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ഇൻഡസ്ട്രിയൽ സ്കെയിലൊക്കെ ഉള്ളതാണ്, നമുക്ക് മാനുഫാക്ചറിങ് ബേസ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഒരു എന്താണ് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മിലിറ്ററി മാനുഫാക്ചറായിട്ട് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ പറഞ്ഞ മേഖലകളൊക്കെ തന്നെ ഇന്ത്യയിൽ വളരെ കാര്യമായിട്ടുള്ള മാനുഫാക്ചറിങ് ഉണ്ട്, നമുക്ക് അതിനുള്ള മാനുഫാക്ചറിങ് ബേസ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ സ്കെയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ഈ പറഞ്ഞ ഡിഫൻസ് മാനുഫാക്ചറിങ് ഇക്കോസിസ്റ്റത്തിനെ നമുക്ക് കൂടുതൽ എക്സ്പാൻഡ് ചെയ്യാനും കൂടുതൽ നമുക്കതിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനൊക്കെ നമുക്ക് സാധിക്കും. അത് ഈ 114 ഫ്രാൻസിൽ തന്നെ നിർമ്മിക്കുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ കയ്യിലുള്ള പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുക വെറും ഒരു ഡീലായിട്ട് മാത്രമേ നമുക്കതിനെ അത്ര ഒരു ഡീലായിട്ട് മാത്രമേ അത് നിലനിൽക്കത്തുള്ളൂ. പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെങ്കിൽ ഏകദേശം 90 ഈ പറഞ്ഞ ഫൈറ്റർ എയർക്രാഫ്റ്റ് നമ്മൾ ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് നമുക്കത് നമ്മളുടെ ഇൻഡസ്ട്രിയൽ പിന്നെ എക്സ്പീരിയൻസും, കാരണം ഇന്ത്യയിൽ നിർമ്മിക്കുകയാണെങ്കിൽ നമുക്കതിനുള്ള എക്സ്പീരിയൻസ് നമുക്കുണ്ടാകും. ഭാവിയിൽ നമുക്ക് തീർച്ചയായിട്ടും ഇത് സ്വന്തമായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് നിർമ്മിക്കാനുള്ള, അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ റഫേൽ നിർമ്മിക്കാന്നുള്ളതല്ല, അല്ലെങ്കിൽ നമുക്ക് ഫൈറ്റർ എയർക്രാഫ്റ്റും അല്ലെങ്കിൽ അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ പറഞ്ഞ വാർപ്ലെയിൻസൊക്കെ നമുക്ക് നിർമ്മിക്കാനുള്ള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതിൽ. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ എപ്പോഴും ആവശ്യപ്പെടുന്ന ടെക്നോളജി ട്രാൻസ്ഫറും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതിൻ്റെ ഒരു സെറൻ പോർഷൻ
നമ്മുടെ ഡൊമസ്റ്റിക് മാനുഫാക്ചറിങ് ആ ഒരു ചെയിനില്ല, സപ്ലൈ ചെയിനകത്തിൽ ഉൾപ്പെടുത്തണമെന്ന് നമ്മളെപ്പോഴും നമ്മൾ ഡിമാൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഡിമാൻഡ് ചെയ്യാറുണ്ടെന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക രാജ്യങ്ങളും അത് സമ്മതിക്കാറുണ്ടല്ലോ പറയുന്നില്ല. കാരണം റഷ്യയും ഇന്ത്യയൊക്കെയായിട്ട് തന്നെ വളരെ ഇപ്പം ഈ മേഖലകളിലൊക്കെ തന്നെ നമുക്കറിയാം, സുഖോയി ഒക്കെ തന്നെ നമ്മളിവിടെ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് ടെക്നോളജി ട്രാൻസ്ഫർ ഒന്നും വലിയ വിഷയമൊന്നുമില്ല. ഇപ്പോൾ ഈ SU-57 കാര്യത്തിൽ അവർ എല്ലാവിധ സഹായങ്ങളും ഇന്ത്യക്ക് നൽകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ടെക്നോളജി ട്രാൻസ്ഫർ ഉൾപ്പെടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ 5th ജനറേഷൻ എയർക്രാഫ്റ്റ് ഒക്കെ തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ആ ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കാനും നമുക്ക് ആ ഒരു മേഖലയിൽ നമുക്ക് പ്രാവീണ്യം നേടാനൊക്കെ നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് ഇതിനകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു എന്ന് പറയുന്നത് ഒരു അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ടാണ് ഇന്ത്യ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി എപ്പോഴും ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി എന്ന് പറയുമ്പോൾ മറ്റൊന്നുമല്ല, നമുക്കിവിടെ നിർമ്മിക്കാൻ അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കുക, അതിനവർ സമ്മതം, അവരുടെ എന്താണ് പറയുന്നത് ആ ഒരു പെർമിഷൻ നമുക്ക് അത്യാവശ്യമാണ്, അപ്രൂവൽ അല്ലെങ്കിൽ ലൈസൻസിങ് ഒക്കെ നമുക്ക് അത്യാവശ്യമാണ്. അതെല്ലാം നമുക്ക് നടക്കത്തില്ല. അപ്പോൾ ഈ പറഞ്ഞ ടെക്നോളജി ട്രാൻസ്ഫറും അതുപോലെ വെപ്പൺ ഇൻ്റഗ്രേഷനും ഒക്കെ ഫ്രാൻസ് സമ്മതിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്കിനിയും തീർച്ചയായിട്ടും അത് ഒരു ഇതിൻ്റെ കോസ്റ്റിനെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയൽ ബേസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും അല്ലെങ്കിൽ ആ മാനുഫാക്ചറിങ് ഇക്കോസിസ്റ്റത്തിൽ നമുക്ക് കൂടുതൽ സമ്പുഷ്ടിപ്പെടുത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ 2015 36 ഈ റഫേൽ എയർഫോഴ്സിന് വേണ്ടി നമ്മൾ വാങ്ങിച്ചത്. അതുപോലെ തന്നെ നേവിക്കും വേണ്ടി നമ്മളതിന് ശേഷം നേവൽ വേർഷൻ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ ടെക്നോളജി ട്രാൻസ്ഫർ എയർ ഫ്രെയിം, എൻജിൻസ്, അതുപോലെ തന്നെ ഏവിയോണിക്സ് ഇതൊക്കെ തന്നെ നിർമ്മിക്കുന്നതിലായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സപ്ലൈസ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഇതിൻ്റെ എൻജിൻ നിർമ്മിക്കുന്ന ഈ സഫ്രാൻ എന്ന് പറഞ്ഞ ഫ്രാൻസിൻ്റെ ഒരു കമ്പനിയാണ്. അതുപോലെ തന്നെ ഏവിയോണിക്സ് പ്രൊവൈഡർ തെയിൽസ്. അപ്പോൾ ഇതെല്ലാം ഇവർ ഈ പറഞ്ഞ ഇന്ത്യയിൽ അവർക്ക് ഇതിൻ്റെ മാനുഫാക്ചറിങ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഉള്ള ഇപ്പോൾ ടാറ്റ അതുപോലുള്ള ഏതെങ്കിലും കമ്പനികളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഈ അദാനി അല്ലെങ്കിൽ അതുപോലുള്ള മറ്റ് പബ്ലിക് സെക്ടർ യൂണിറ്റിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടർ യൂണിറ്റിലൊക്കെ ഉള്ള കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് തീർച്ചയായിട്ടും അവർക്കതിനെ ഇവിടെ മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കും. എന്നുവെച്ചാൽ അവരുടെ ടെക്നോളജി അവരുടെ കയ്യിലാണ്, പക്ഷേ നമ്മുടെ മാനുഫാക്ചറിങ് ബേസ് ഇന്ത്യയിലാണെന്ന് മാത്രം. ഇവിടുത്തെ നമ്മുടെ മാൻ പവറിനെയും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിനെയൊക്കെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി ട്രാൻസ്ഫറിൽ 55-60% വരെ ഈ എയർ ഫ്രെയിം, എൻജിൻ, അതുപോലെ തന്നെ ഏവിയോണിക്സ് എന്ന് പറയുന്ന കാര്യങ്ങളിൽ മേക്ക് ഇൻ ഇന്ത്യ പ്ലാനിലായിരിക്കും. എന്ന് വെച്ചാൽ 55-60% വരെ ഇന്ത്യയിലായിരിക്കും ഇതിൻ്റെ നിർമ്മാണങ്ങൾ നടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മളറിയാം, ഇപ്പോൾ നമ്മൾ വളർന്നു വരുന്നൊരു മിലിറ്ററി മാനുഫാക്ചററും മിലിറ്ററി വെപ്പൺസ്, അതായത് മിലിറ്ററി ഡിഫൻസ് മാനുഫാക്ചർ എന്ന് പറയാം, ഡിഫൻസ് മാനുഫാക്ചറർ. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ പല രാജ്യങ്ങൾക്കും നമ്മൾ വെപ്പൺസ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 100-ൽ രാജ്യങ്ങൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം 100 രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാ രാജ്യങ്ങളും ഈ ബ്രഹ്മോസ് മേടിക്കുന്നല്ലോ, അല്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും പിനാക മിസൈൽ അല്ലെങ്കിൽ നമ്മളുടെ ആകാശ് മിസൈൽ അതല്ല നമ്മൾ പറയുന്നത്. കാരണം മിലിറ്ററിയെ സംബന്ധിച്ച് മിലിറ്ററി പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി ഉണ്ടാകും, ആയിരക്കണക്കിന് സാധനങ്ങളുണ്ടാകും. കാരണം മിലിറ്ററിക്ക് വേണ്ട ഒത്തിരി സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഈവൻ യൂണിഫോം ഒരു മിലിറ്ററി പ്രോഡക്റ്റാണ്, ഇല്ലേ? ബൂട്ട്സ് മിലിറ്ററി പ്രോഡക്ട്സാണ്. അപ്പോൾ ഈ നമ്മൾ വെപ്പൺസ് അല്ലാത്ത ഒത്തിരി സാധനങ്ങളുണ്ട് മിലിറ്ററി സംബന്ധിച്ചാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ പല രാജ്യങ്ങളും നമ്മൾ തന്നെ ഏതെല്ലാം രാജ്യങ്ങൾ നമ്മളിപ്പോൾ ഈ പ്രധാനമായിട്ട് നമ്മൾ കേൾക്കുന്നത് അമേരിക്ക, ഫ്രാൻസ്, അല്ലെങ്കിൽ റഷ്യ, ഇസ്രായേൽ, ജർമ്മനി, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളാണ് നമ്മൾ വെപ്പൺസിന് വേണ്ടി കേൾക്കുന്നത്. ഇതല്ലാതെ തന്നെ ഈ നോൺ വെപ്പൺസ് അല്ലാതെ മറ്റൊട്ടനവധി കാര്യങ്ങൾ നമ്മൾ ഏതെല്ലാം രാജ്യങ്ങൾ നമ്മൾ മേടിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പം മിലിറ്ററിയെ സംബന്ധിച്ച് വെപ്പൺസ് മാത്രമല്ലല്ലോ, വെപ്പൺസിനകത്തിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മുമ്പിൽ നിൽക്കുന്ന നമ്പർ 1 ആയിട്ടിരിക്കുന്ന ഫൈറ്റർ എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഫൈറ്റേഴ്സാണ്. അതുപോലെ ആ പറഞ്ഞ എയർ അസറ്റാണ് ശരിക്കും പറഞ്ഞത്. പിന്നെ നമ്മളുടെ സബ്മറൈൻസ് അല്ലെങ്കിൽ അതുപോലുള്ള ഷിപ്സ്, എയർക്രാഫ്റ്റ് കാരിയറുകൾ. അപ്പോൾ ഇത് എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ കാര്യത്തിലൊക്കെ നമ്മൾ സ്വയം പര്യാപ്തം തന്നെയാണ്. കാരണം നമുക്ക് എയർക്രാഫ്റ്റ് കാരിയറിനെ ഇപ്പം നമുക്ക് സ്വയം നിർമ്മിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും 3ാമതൊരു എയർക്രാഫ്റ്റ് കാരിയറിൻ്റെ നിർമ്മാണത്തിലേക്ക് ഒരുപക്ഷെ വളരെ അടുത്ത ഭാവിയിൽ തന്നെ പോകാനുള്ള സാധ്യതയും എല്ലാം കാണുന്നുണ്ട്. കാരണം ചൈനയെ അവരുടെ നേവൽ കപ്പാസിറ്റി നമ്മളെക്കാൾ ഒത്തിരി അഡ്വാൻസ്ഡ് ആണ്. അഡ്വാൻസ് എന്ന് പറയുമ്പം
സൈസിൽ നമ്മളെക്കാളിലും കൂടുതലാണ് തീർച്ചയായിട്ടും. അപ്പോൾ അവരും പുതിയ എയർക്രാഫ്റ്റ് കാരിയറിന് വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയും അതിനുവേണ്ടി ശ്രമിക്കാനുള്ള അല്ലെങ്കിൽ മൂന്നാമത് ഒരു എയർക്രാഫ്റ്റ് കാരിയർ നമ്മൾ ഉണ്ടാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അപ്പോൾ നേവി 26 റഫേൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. എയർഫോഴ്സ് നമ്മൾ പറഞ്ഞ 36 റഫേൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോമായിട്ട് നമുക്കിപ്പോൾ ഏകദേശം നല്ലൊരു ഇറ്റ്സ് നോട്ട് സ്ട്രേഞ്ച്, നമ്മളെ സംബന്ധിച്ചത് അപരിചിതമല്ല, പരിചയമായി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ഇതിൻ്റെ ഗുണവും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് എന്താണ് പറയുന്നത് സ്ട്രൈക്കിംഗ് കപ്പാസിറ്റി അല്ലെങ്കിൽ ഫീച്ചേഴ്സൊക്കെ തന്നെ, അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ധൂറിലൊക്കെ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള കഴിഞ്ഞ വർഷം നടന്ന ഒരു ഷോർട്ട് ടൈം ഒരു കോൺഫ്ലിക്റ്റിലൊക്കെ തന്നെ റഫേൽ മുഖ്യ പങ്ക് വഹിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് തീർച്ചയായിട്ടും നമുക്കിന്നത്തിൽ ഈ ഒരു മെഗാ ഡീലുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിച്ചത്. അപ്പോൾ ഈ റഫേലിനെ സംബന്ധിച്ച് ഇതാണ് നമുക്ക് ഇപ്പോൾ ഫ്രാൻസും ഇന്ത്യയും തമ്മിലുള്ള ഡീൽ എന്തെങ്കിലും ഫൈനലൈസ് ആകും. അപ്പോൾ ഫ്രാൻസ് ഈ ഒരു സുപ്രധാനമായിട്ടുള്ളൊരു തീരുമാനം എടുത്തത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ആശ്വാസകരമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ റഫേൽ ഫ്ലൈറ്റിൻ്റെ ട്രെയിനിങ്ങും മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവറോൾ, അതായത് MRO എന്ന് പറയും. ഇതെല്ലാം ഇവിടെ ഇപ്പം ഈ നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അംബാല ബേസ് ഉണ്ട്. അംബാല എയർഫോഴ്സ് ബേസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ MRO എല്ലാം നടക്കുന്നത്. അതായത് ഈ പറഞ്ഞ ബേസിന് നമ്മുടെ സ്പേസ്, സ്പെയർ, ടൂളിങ്, അതുപോലെ തന്നെ ട്രെയിൻഡ് മാൻ പവർ, ഏകദേശം 2 സ്ക്വാഡ്രൺ 36, 38 അല്ലെങ്കിൽ 40 മാക്സിമം പ്ലെയിൻ്റെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള, ഈ ഫൈറ്റർ പ്ലെയിൻസിനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പറഞ്ഞ അംബാല എയർഫോഴ്സിനുണ്ട്. ഇപ്പം നിലവിൽ ഈ പറഞ്ഞ ഒരു ബേസാണ് ഇതിൻ്റെ ഈ പറഞ്ഞ റഫേലിൻ്റെ ഈ മൊത്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം. എന്നുവെച്ചാൽ റിപ്പയറും മെയിൻ്റനൻസും അതിൻ്റെ സ്പെയറും പിന്നെ ടൂളിങ്ങും ട്രെയിൻഡ് മാൻ പവറും എല്ലാം ഈ പറഞ്ഞ അംബാല എയർഫോഴ്സ് ബേസിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഈ പുതിയ കൂടുതൽ വിമാനങ്ങൾ വരുന്തോറും ഈ പറഞ്ഞ മറ്റ് എയർഫോഴ്സ് ബേസുകളെ നമുക്കിതിനു വേണ്ടി അല്ലെങ്കിൽ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുകയും വ്യാപിപ്പിക്കുകയൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഒരു സുപ്രധാനമായിട്ടുള്ള ഫ്രാൻസിൻ്റെ തീരുമാനം നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടാണ്. അല്ലെങ്കിൽ ഇതൊരു ഡീലായിട്ട് മാത്രം നമ്മൾ പൈസ കൊടുത്ത് മൊത്തം ഇത് ഫ്രാൻസിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുക, അതിൻ്റെ ഫ്രാൻസിൽ നിന്ന് വാങ്ങിക്കുക, ഈ പ്രൊഡക്ഷൻ മൊത്തം ഫ്രാൻസിൽ നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ നഷ്ടം ഉണ്ടാക്കി തരുന്നൊരു കാര്യമായിരുന്നായിരിക്കും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. ഫ്രാൻസ് ഈ ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി, അതുപോലെ തന്നെ വെപ്പൺ ഇൻ്റഗ്രേഷനൊക്കെ തന്നെ സംബന്ധിച്ചുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചത് കൂടുതൽ ബെനഫിഷ്യലായിട്ടുള്ള നമ്മുടെ ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ 114 റഫേലിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന $40 ബില്യൺ കോസ്റ്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമുക്ക് ഫ്യൂച്ചറിൽ, ഭാവിയിൽ നമുക്ക് നമ്മളുടെ മൊത്തം ഇൻഡസ്ട്രിയൽ, ഡിഫൻസ്, മാനുഫാക്ചറിങ് ഇക്കോസിസ്റ്റത്തെ നമുക്ക് കൂടുതൽ ബലപ്പെടുത്താനും വ്യാപിപ്പിക്കാനും അതുവഴി നമുക്ക് കൂടുതൽ എക്സ്പെർട്ടൈസ് നമുക്ക് നേടിയെടുക്കാനും ഭാവിയിൽ നമുക്ക് സ്വന്തമായിട്ട് ഈ പറഞ്ഞ ഒരു മേഖലയിൽ നമ്മളുടെ പ്രാവീണ്യം തെളിയിക്കാനൊക്കെ നമുക്ക് കഴിയുന്നൊരു കാര്യം എന്നുള്ളത് കൊണ്ട് ഇതൊരു ഇങ്ങനൊരു ഡീല് ബെനഫിഷ്യലായിട്ടുള്ളതായിരിക്കും എന്നാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പോൾ ഇത്രയും പറഞ്ഞ് നമുക്ക് വീഡിയോയുടെ അവസാനിപ്പിക്കാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.